ന്യൂസിലൻഡ് ട്രിപ്പിൽ നമ്മളെടുത്ത ബെസ്റ്റ് തീരുമാനമാണ് ക്യാമ്പർ വാൻ ഹയർ ചെയ്യാന്നുള്ളത്. അത് നമ്മുടെ സ്റ്റേയും ട്രാവലും ഈസി ആക്കിയെന്ന് മാത്രമല്ല ഒരുപാട് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. എനിക്ക് ക്യാമ്പർ വാൻ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ഏർലി മോർണിംഗ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടെഴുന്നേക്കാൻ പറ്റുന്നതാണ്. ചുറ്റും മൗണ്ടെയിൻസ് ഒക്കെ ആയിട്ട് റിവർ സൈഡിലുള്ള ഒരു ക്യാമ്പ് സൈറ്റിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. രാവിലെ തന്നെ ഈ വ്യൂ കണ്ടെഴുന്നേറ്റുകൊണ്ട് നല്ല പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമ്പർ വാൻ ബാക്ക് ടു ട്രാവൽ മോഡിലോട്ട് മാറ്റുന്ന പരിപാടിയാണ്. നമ്മൾ ക്യാമ്പർ വാൻ ഹയർ ചെയ്യാൻ പോയപ്പോൾ തന്നെ അവരിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ള ഡെമോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രി യൂസ് ചെയ്യുന്ന ക്വിൽറ്റ്, പില്ലോ ഒക്കെ നമ്മൾ പ്രത്യേക സ്പേസിലോട്ട് മാറ്റും. അതൊക്കെ കഴിയുമ്പോൾ തന്നെ ക്യാമ്പർ വാനിൽ അത്യാവശ്യം സ്ഥലം കിട്ടും. ഇത് മൊത്തം ഒരു 5 മിനിറ്റ്സ് എടുക്കുന്ന പ്രോസസ്സാണ്. ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഒരു ട്രാവലിന് സെറ്റ് ആവും. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്തില്ല. കാരണം നമ്മളെടുത്ത ക്യാമ്പ് സൈറ്റുകളിലും ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ ക്യാമ്പർ വാൻ സെറ്റ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ റെഡി ആവാൻ പോവാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കോഫി ഇട്ട് കുടിച്ചു. ഈ വ്യൂവും കണ്ട് ഈ കോഫി കുടിച്ചിരിക്കാൻ നല്ല രസമാണ്. കണ്ടൊരു ക്യാൻവാസ് വരച്ച് വെച്ചേക്കണ പോലെ ഇല്ലേ. ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂസിലൻഡ് ട്രിപ്പിലെ നമ്മുടെ ഒരു മോർണിംഗ് റുട്ടീൻ.